നോക്കൂ, നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങളായി പല മാധ്യമങ്ങളും ചോദിക്കാത്ത ഒരു ചിത്രമുണ്ട്, ചർച്ച വലുതായി ചെയ്യാത്ത ഒരു ചിത്രമുണ്ട്, വലിയ രീതിയിൽ ആരും ഉത്തരം പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ കാണുന്ന ചില ആളുകൾ വൻ വൃത്തികെട്ടവന്മാരാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വൃത്തികെട്ടവൻ, സ്വർണ്ണ കൊള്ളയിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയിലെ ഇത്തരം വൃത്തികേടുകൾ കാണിച്ച ഒരുത്തനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിൻ്റെ കൂടെ ഉള്ള വൃത്തികെട്ടവന്മാരായിട്ടുള്ള ഗോവർദ്ധനുണ്ട്, പിന്നെ വേറെ ഭണ്ഡാരിയുണ്ട്. ഇവരൊക്കെയാണ് ഈ സ്വർണം വിറ്റത് വാങ്ങിയതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ ഉള്ള വൃത്തികെട്ടവന്മാർക്കൊപ്പം ജൻപത്തിലെ വളരെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സോണിയാഗാന്ധി അവിടെ ഉണ്ട്. ഒപ്പം നമുക്ക് അടൂർ പ്രകാശ് ഉണ്ട്, ആൻറ്റോ ആൻ്റണി ഉണ്ട്. ഈ വൃത്തികെട്ടവന്മാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം, ആ ചിത്രത്തിലെ വൃത്തികേട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഈ വൃത്തികേട് കൈരളി കാണിക്കും. ഈ വൃത്തികേട് ആ ചിത്രത്തിലുണ്ടെങ്കിൽ ആ ചിത്രം നമ്മൾ കാണിക്കുമ്പോൾ ആ വൃത്തികേട് ആളുകൾ കാണും. ഈ വൃത്തികേട് എല്ലാം കാണിക്കുന്ന മാധ്യമമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് കൊണ്ടായോ വി ഡി സതീശൻ? അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ ലാലേ, നിങ്ങളിങ്ങനെ ചുമ്മാ ഒരു പടത്തെ ഇങ്ങനെ ഓരോ മാസവും ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ലല്ലോ. ബസ്സാണ് ഓടുക, ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ഇവിടെ ശ്രീ സുരേഷ് കുമാർ വി ഡി സതീശനെ വല്ലാതെ ഭയക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. എന്താ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരത്തിലല്ലേ പറയുക, അല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് ജയ പാടാനാണോ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പോയിട്ട് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. അത് മുഖ്യമന്ത്രി പറയില്ലല്ലോ, അത് പ്രതിപക്ഷ നേതാവ് പറയുമല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കടമയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CPM-ലെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് ഇന്നലെ നിയമസഭ വിട്ടിറങ്ങിയ ശേഷമുള്ള അവരുടെ പ്രകടനത്തിന് ശേഷം ശൈലജ ടീച്ചർ പറഞ്ഞത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇവിടെ ഒരു ചിത്രം, സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം ഒരു 4-5 മാസമായിട്ട് പുറത്തു വന്ന ചിത്രമാണ്. അതിങ്ങനെ ദിവസവും ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോട് ചോദിച്ചു. അപ്പോൾ MA ബേബി പറഞ്ഞു, അതൊരു സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചഴക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ഈ ലാലിപ്പോൾ വൃത്തികെട്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഇന്നലെ കടകംപള്ളി സുരേന്ദ്രനോട് തിരുവനന്തപുരത്ത് വാർത്താലേഖകർ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞതല്ല, ഈ വൃത്തികെട്ട എന്ന വാക്ക് പറഞ്ഞത് വി ഡി സതീശൻ, സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം കൈരളി വൃത്തികേട് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഫോട്ടോയിലുള്ളത് ഇത്തരം വൃത്തികേടുകളാണ്. അത് കാണിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ വൃത്തികേട് കാണേണ്ടി വരുന്നത് എന്നതാണ് പറഞ്ഞത്. ആ വൃത്തികേട് താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു വിശദീകരണമില്ല. അതെന്തുകൊണ്ടാണ് വിശദീകരിക്കാത്തത് എന്നത് കൂടി ഇല്ലേ ചോദ്യം ശ്രീ എൻ ശ്രീകുമാർ? എൻ്റെ ലാലെ, ഈ വെറുതെ നിങ്ങൾ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ദിവസവും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ആ ചിത്രവും സോണിയാഗാന്ധി ഒന്നും ഇപ്പോൾ വിഷയമല്ല. നോക്കുന്നത് കൊണ്ടാണ്. ബസ്സിനകത്തല്ല സാർ, നമ്മൾ പുറത്താണ്. ബസ്സിനകത്ത് അങ്ങെന്തോ അങ്ങയുടെ ആ കണ്ണാടിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അങ്ങേക്ക് തോന്നുന്നത് ബസ്സിനകത്താണെന്ന്. നമ്മൾ പുറത്താണ് ഓടുന്നത്. നോക്കൂ, കണ്ണ് തുറന്നു നോക്കൂ. അതെ, ഞാൻ പറയട്ടെ അതായത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണമല്ലോ. ഇപ്പോൾ മറ്റേ കൈരളി വൃത്തികേടുകൾ കാണിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൈരളി ചാനലിൻ്റെ ആ ലേഖകൻ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അല്ലാണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് കൈരളി വൃത്തികേട് കാണിക്കുന്നു അല്ല പറഞ്ഞേ. വി ഡി സതീശനോടെ അതായത് ഒരു വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൊക്കെ ഉണ്ടല്ലോ പരിമിതികൾ. മുഖ്യമന്ത്രിയോട് അല്ലെന്നേ, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ. മുഖ്യമന്ത്രി എന്താ മറുപടി പറയുക? മുഖ്യമന്ത്രി മറുപടി ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം എല്ലാ ചോദ്യങ്ങളെയും എടുത്ത് ഉത്തരം പറയാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് അതിനകത്ത് എതിർപ്പുണ്ടോ? വി ഡി സതീശൻ ചില ചോദ്യങ്ങൾ വൃത്തികേടാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. മുഖ്യമന്ത്രി വൃത്തികേടാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചോദ്യം ഒന്ന് പറയാമോ കഴിഞ്ഞ കുറച്ച് വാർത്താ സമ്മേളനങ്ങളിൽ? ലാലേ, ഒരു 100 എണ്ണം പറയാം. വെറുതെ എന്തിനാ നിങ്ങൾ ഇത് വെറുതെ മുഖ്യമന്ത്രി ഒന്ന് വലിച്ചഴക്കേണ്ടതിലേക്ക് നമുക്ക് നമ്മളിത്തെ ഈ വിഷയത്തിലേക്ക് വരാം. അതായത് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അല്ലെന്നേ
നിയമസഭയിൽ മാധ്യമപ്രവർത്തകരെ, കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടറെയും ക്യാമറമാനെ അടക്കം കടത്താത്ത ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ബുധനാഴ്ച വാർത്താ സമ്മേളനം നടത്താതെ മാറി നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നമ്മൾ പറയേണ്ടത്? കടക്കുപുറത്തെ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കേണ്ടത്? അല്ല, അതെവിടെ എഴുതി വെച്ചിരിക്കുന്നു? എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം കഴിയുമ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഉമ്മൻചാണ്ടി കണ്ടതുപോലെ കാണണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എല്ലായിടത്തേക്കും ആളുകളെ കടത്തി വിടുന്നത് പോലെ എല്ലാവരും തള്ളിക്കയറി ചെല്ലണം എന്ന് പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല എന്ന് എന്തിനാണ് നമ്മൾ പരാതിപ്പെടുന്നത്? അദ്ദേഹം മാന്യമായി അതിന് സമയം കണ്ടെത്തുന്നു, മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കുന്നു, ആ ചോദ്യങ്ങൾ എല്ലാം എടുക്കുന്നു, എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ നൽകുന്നു. വി ഡി സതീശനും അത് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം പേടിക്കുന്നു? കൈരളി പേടിക്കുന്ന എന്തിനാണ് അദ്ദേഹം? ലാലേ, കൈരളിയെ പേടിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന CPM സഖാക്കൾക്ക് ഒരാവേശം വരുത്തിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ യാഥാർത്ഥ്യം കാണൂ. അതായത് വി ഡി സതീശൻ എന്നും പത്രലേഖകരെ കാണുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ പോയി കാണാൻ ശ്രമിച്ചാൽ അദ്ദേഹം നിന്ന് തരും, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും, തർക്കുത്തരം ഒക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. അതുപോലെ മുഖ്യമന്ത്രി എന്തായാലും ഉമ്മൻചാണ്ടിയെ പോലെ നിന്ന് തരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നിൽ പത്രലേഖകരുടെ ചോദ്യങ്ങളെ ഭയക്കുന്നുകൊണ്ടാണ്. ഇവിടെ വിഷയം അതല്ല, അത് നിൽക്കട്ടെ. ഇവിടെ കൊള്ളയാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നമ്മുടെ എന്തുകൊണ്ടാണ് ഇന്നലെ ശൈലജ ടീച്ചറുടെ ആ ഒരു പ്രസ്താവന തന്നെ ഞാൻ തൽക്കാലം പറയാം. അപ്പോൾ കടകംപള്ളി അതാണല്ലോ പറഞ്ഞു വന്നത്. കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു സോണിയാഗാന്ധിയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോണിയാഗാന്ധി ഇങ്ങനെ കളങ്കിതനായ ഒരാളെ വീട്ടിൽ കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു. അസംബ്ലിയിൽ എന്താ പറഞ്ഞത്? ശിവൻകുട്ടി എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്. അതേ നിയമസഭയിലെ MLA പുറത്തുനിന്ന് വേറെ പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? പാർട്ടിയെ വെട്ടിലാക്കി കടകംപള്ളി എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ ഇന്നത്തെ ഹെഡിങ് ഉണ്ടല്ലോ, തടിയൂരാൻ സോണിയെ കരുവാക്കുന്നു. തടിയൂരാൻ സോണിയെ കടകംപള്ളി കരുവാക്കി ഇന്നലെ പറഞ്ഞു. അവിടെയാണ് വിഷയം.